പ്രിയപ്പെട്ടവരെ, നമുക്ക് മറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മുന്നിൽ കാണുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ നമ്മളുടെ ഒക്കെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ കേട്ടില്ല. മുമ്പിലിരുന്നിട്ട് നമ്മൾ രണ്ടാൾ സംസാരിക്കുക, വേറെ ആരുമില്ല, മൂന്നാമതൊരാളൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ കേട്ടില്ല. ശരിയാണ്, കേട്ടില്ല, കേൾക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ കാതുകളിലേക്ക് വന്നടിക്കുന്ന ഈ ശബ്ദങ്ങൾ കാതുകൾ സ്വീകരിക്കുന്നു, പക്ഷേ ഖൽബുകളിലേക്ക് ഇറങ്ങുന്നില്ല. കാതുകൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ഖൽബുകളിലേക്ക് ഇറങ്ങുന്നില്ല. വളരെ അത്യാവശ്യമുള്ള ദുനിയവിയായ വിഷയത്തിൽ നമ്മളുടെ നിലപാട് ഇപ്രകാരമാണെങ്കിൽ, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞ വിഷയങ്ങൾ, അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ, ഗൈബിയായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചിട്ട് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് രണ്ട് കാത് പോരാ പ്രിയപ്പെട്ടവരെ, രണ്ട് കാതൊന്നും പോരാ. ഔ അൽഖസ്സം വഹുവ ഷഹീദ്. ഖുർആൻ പറഞ്ഞത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഔ അൽഖസ്സം വഹുവ ഷഹീദ്. ഖുർആൻ എത്ര രസകരമായ നിലയിലും എത്ര സുന്ദരമായ നിലയിലുമാണ് നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നത്. ഔ അൽഖസ്സം വഹുവ ഷഹീദ്. ഒരു കാര്യം പടച്ചവനെക്കുറിച്ചിട്ട് പറയുമ്പോൾ, പരലോകത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ, ഗൈബിയായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അവൻ വെറുതെ കേൾക്കുന്നു എന്ന് തലയാട്ടിയാൽ പോരാ. അൽ ഖസ്സം വഹുവ ഷഹീദ്. അവൻ്റെ കേൾവി അവിടെ ഇട്ടുകൊടുക്കണം. കാത് ഇവിടെ ഉണ്ടാകണം. കാത് മാത്രം ഇവിടെ ഉണ്ടായാൽ പോരാ. വഹുവ ഷഹീദ്. അവൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയായിരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയായി. നമ്മൾ കേൾക്കുന്നതൊന്നാണ്, ചിന്തിക്കുന്നത് വേറെ ഒന്നാണ്. കേൾക്കുന്നതോ, ഞാൻ ഇപ്പോൾ പുരക്കുന്ന ഇങ്ങനെ ഇറങ്ങുമ്പോൾ തിരക്കാക്കിയിട്ട് ഇറങ്ങുകയാണല്ലോ. ഒന്നാമത് സുഖമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങുന്നത്. ചില സഹോദരങ്ങൾ വിചാരിക്കും, കാമ്പസാറിൽ പോയി ഇങ്ങനെ ഇരുന്ന് 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ ഇയാൾക്ക് പറ്റുമല്ലോ, നമ്മളൊരു പരിപാടിക്കുള്ളിക്ക് മാത്രം ഇയാൾ രോഗ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ പലരും ചോദിക്കുകയും പറയുകയും ചെയ്തതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്, കാമ്പസാറിൽ പ്രസംഗിക്കാൻ മാത്രം എനിക്ക് ആരോഗ്യം, അല്ലാത്തടത്ത് വിളിക്കുമ്പോൾ ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് സഹോദരങ്ങൾ പുറത്ത് കാത്തു നിന്നു എന്നെ പരിപാടിക്ക് നിർബന്ധിക്കാൻ വേണ്ടി. ഞാൻ അവരോട് വളരെ താഴ്മയോടുകൂടി പറഞ്ഞു, നിവൃത്തികേട് കൊണ്ട് ഞാൻ വരുന്നതാണ്, വളരെ വിഷമിച്ചും പ്രയാസപ്പെട്ടിട്ടാണ് വരുന്നത്. പിന്നെ നാണക്കേട് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രോഗിയാണെന്ന് അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അവസാനം ആ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാൻസ് തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒഴിവുണ്ട്, പൂർണ്ണമായി ഒഴിവാണ്, പരിപാടി ഒന്നുമില്ല, ഫുൾ ഒഴിവാ, ബെഡിലിങ്ങനെ കിടക്കലാണ്, വേറെ പണിയൊന്നുമില്ല, ഒഴിവിൻ്റെ കുറവൊന്നുമില്ല, പക്ഷെ ആരോഗ്യമില്ല, വരാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് എഴുന്നേറ്റ് റെഡിയായി വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഭാര്യ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളോടെല്ലാം പറയാൻ പറ്റും ചില കാര്യങ്ങൾ, അത് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഈ സമയത്ത് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറുള്ളൂ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് കാറിൽ കയറി ഇരിപ്പുറപ്പിച്ചിട്ട് അങ്ങ് പോയി വരട്ടെ. സ്വാഭാവികമല്ലേ? ഈ സമയത്ത് നീ ഇതെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞാൽ എനിക്കത് തലയിൽ കയറണമെന്നില്ല, അത് ഓർമ്മയോടെ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരു പക്ഷേ അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ നീ കുറ്റപ്പെടുത്താനും പാടില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വെറുതെ പറയലും കേൾക്കലും ഒരിക്കലും പോരാത്തതാണ്, മതിയാകാത്തതാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, വെറുതെ കേട്ടാൽ പോരാ. ഔ അൽ ഖസ്സമ വഹുവ ഷഹീദ്. നീ പറയുന്നത് ഞാൻ കേൾക്കണം, നീ പറയുന്നത് ഞാൻ കേൾക്കാൻ വേണ്ടി എൻ്റെ കാത് ഞാൻ നിനക്ക് വേണ്ടി ഇട്ടുതരണമെന്നാണ്. അൽഖ എന്ന് പറഞ്ഞ് ഇടുക എന്നാണ്, ഇട്ടുകൊടുക്കണം, കാതോട് ഇട്ടുകൊടുക്കണം. കാമ്പസാർ തലീമിൻ്റെ സദസ്സിൽ വന്നിരുന്നാൽ നമ്മുടെ ശരീരം ഇവിടെയാണ്, പക്ഷെ മനസ്സ് വേറെ എവിടെയോ ആണ് എന്ന് പറയരുത്. വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. ഖുർആൻ പറയുക, ഞാൻ പറയുന്നല്ല ഇതൊക്കെ ഖുർആൻ്റെ വാക്കുകളാണ്. വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആകരുത്. എങ്ങനെ ആകരുത്? കല്ലദീന ഖാലൂ സമിഅനാ. അവർ പറയുന്നു, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. വഹും ലാ യസ്മഊൻ. അല്ലാഹു പറയാണ്, യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകരുത്. ലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അതിനോട് ചേർത്ത് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടമായ
വൃത്തികെട്ട ജന്തു ആരാണെന്നറിയുമോ? ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് സുമ്മും ബുക്കുമുൽ ലദീ ലാ യഅഖിലൂൻ. കാതുണ്ട് പക്ഷേ കേൾക്കേണ്ടതൊന്നും കേൾക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷേ കാണേണ്ടതൊന്നും കാണുന്നില്ല, ബുദ്ധിയുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട നല്ല കാര്യങ്ങളൊന്നും അവൻ ചിന്തിക്കുന്നില്ല. കാഴ്ചയ്ക്ക് 2 കാതും കണ്ണും ഖൽബും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഉപകാരപ്പെടുന്നില്ല. അങ്ങനത്തെ ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സൃഷ്ടികൾ, ജന്തുക്കൾ എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരലോകത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ, ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചിട്ട് കേൾക്കുമ്പം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്കുകളിലൂടെ, വരികളിലൂടെ നമ്മൾ ആഖിറത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചിട്ട്, അള്ളാഹുവിനെക്കുറിച്ച്, അർശ് കുർസിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അതിനോടൊപ്പം സഞ്ചരിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടാകണം. അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകണം.